PCOS, PCOD രോഗികൾക്ക് എപ്പോഴും ലഭിക്കുന്ന അഡ്വൈസ് ആണ് എക്സസൈസ് ചെയ്യുക എന്നുള്ളത്. പക്ഷെ എന്ത് എക്സസൈസ് ആണ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റി പലർക്കും ഒരു ക്ലിയർ ഐഡിയ ഉണ്ടാവാറില്ല. കാർഡിയോ എക്സസൈസസ്, അതായത് വാക്കിംഗ് ഒക്കെ പോലെയുള്ള കാർഡിയോ എക്സസൈസുകളാണ് പലരും ചെയ്തു തുടങ്ങുക. അതല്ലെങ്കിൽ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഹോം കാർഡിയോ വർക്കൗട്ട്സ്. പക്ഷെ ക്ഷീണം ഈ PCOS, PCOD രോഗികൾക്ക് ഒരു വലിയ പ്രതിസന്ധി ആയതുകൊണ്ട് തന്നെ ഈ കാർഡിയോ എക്സസൈസുകൾ പലപ്പോഴും ഇവർക്ക് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാതെ വരികയും ചെയ്യും. ശരിക്കും PCOSന് ഏറ്റവും എഫക്റ്റീവായ ഒരു എക്സസൈസ് സ്ട്രെങ്ത് ട്രെയിനിങ് ആണ്. PCOS, PCOD കണ്ടീഷൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് ആയതുകൊണ്ട് അത് കുറക്കാനാണ് നമ്മൾ ഈ ലോ ഇൻറ്റൻസിറ്റി സ്ട്രെങ്ത് ട്രെയിനിങ് ഓപ്റ്റ് ചെയ്യുന്നത്. ലോ ഇൻറ്റൻസിറ്റി ആയതുകൊണ്ട് തന്നെ ക്ഷീണം ഒരു വലിയ പ്രശ്നമാവുകയും ഇല്ല. റെസ്റ്റിംഗ് മെറ്റബോളിസം കൂട്ടാനും അതുവഴി ഹോർമോൺസ് സ്റ്റെബിലൈസ് ചെയ്യാനും ഏറ്റവും എഫക്റ്റീവായ ഒരു എക്സസൈസ് ആണ്. അതുപോലെ തന്നെ PCOS, PCOD രോഗികൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന മറ്റൊരു മൂവ്മെന്റ് യോഗയാണ്. ബദ്ധകോണാസനം, ഭുജംഗാസനം, ശലഭാസനം തുടങ്ങിയ ഒരുപാട് യോഗ പോസുകൾ വളരെ എഫക്റ്റീവായി ഹോർമോൺസ് റെഗുലേറ്റ് ചെയ്യും. സ്ട്രെസ് കൊണ്ട് വരുന്ന PCOS ആണെങ്കിൽ അത് മാനേജ് ചെയ്യാനും കോർട്ടിസോൾ ലെവൽസ് കുറക്കാനും യോഗയാണ് ഏറ്റവും എഫക്റ്റീവായ ഒരു എക്സസൈസ്. അതുകൊണ്ട് നിങ്ങൾ PCOS, PCOD ഡയഗ്നോസ്ഡ് ആയി ഏത് എക്സസൈസ് റൂട്ടീൻ സെലക്ട് ചെയ്യണമെന്ന് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഒരു സ്ട്രെങ്ത് ട്രെയിനിങ് യോഗ കോമ്പിനേഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഐഡിയൽ ഓപ്ഷൻ ആയിരിക്കും.